കേന്ദ്ര സർക്കാർ സ്മാർട്ട് ഫോൺ നിർമ്മാണ കമ്പനികൾക്ക് നൽകിയ ചില നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഏതാണ്ട് 83ഓളം മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്മാർട്ട് ഫോൺ കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. അത് പ്രധാനമായി സൈബർ സുരക്ഷയെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് എന്നതാണ് കേന്ദ്രത്തിന്റെ വാദം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്മാർട്ട് ഫോൺ നിർമ്മിക്കുന്ന കമ്പനികൾ അവരുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിന്റെ സോഴ്സ് കോഡുകളുണ്ട്. അത് വളരെ സീക്രട്ടായ കാര്യമാണ്. അത് വളരെ സുരക്ഷയോടുകൂടി അവർ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ സോഴ്സ് കോഡുകൾ സർക്കാരിന് കൈമാറണം എന്നതാണ് നിർദ്ദേശം. അത് വളരെ നിർബന്ധമായി അത് ആ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ വിമർശനം. അത് ആപ്പിൾ, ഗൂഗിൾ, സാംസങ് പോലെയുള്ള പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാണ കമ്പനികളൊക്കെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ആഗോളതലത്തിൽ പോലും ഇങ്ങനെയൊരു കീഴ്വഴക്കമില്ല, ഇങ്ങനെയൊരു സോഴ്സ് കോഡ് ഏതെങ്കിലും സർക്കാർ നൽകണമെന്നൊരു നിബന്ധന എവിടെയും ഇല്ല. അപ്പോൾ ഇത് ആദ്യമായി ഇന്ത്യയിലാണ് ഇങ്ങനെയൊരു മാർഗ്ഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇത് അവരുടെ കമ്പനികളുടെ വിവരങ്ങൾ, സീക്രട്ടായ വിവരങ്ങൾ പുറത്തുപോകാൻ കാരണമാകും. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ, അവരുടെ പ്രൈവസിയെ പോലും ബാധിക്കുന്നതാണ് ഈ നിർദ്ദേശം എന്നതടക്കം പറയുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, നേരത്തെ കേന്ദ്ര സർക്കാർ ഒരു ആപ്പ് പുറത്തിറക്കിയിരുന്നു, സഞ്ചാർ സാഥി ആപ്പ് എന്നായിരുന്നു പറഞ്ഞത്. അതും ഈ പറയുന്നത് പോലെ സൈബർ സുരക്ഷ മുൻനിർത്തി എല്ലാ ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് അന്ന് നിർദ്ദേശം വന്നിരുന്നു. പക്ഷേ അതും വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ശേഷം ആ ഒരു നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിൻവാങ്ങുകയാണ് ചെയ്തത്. നോക്കൂ, വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്താനുള്ള നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് ഇക്കാര്യങ്ങളിലൊക്കെ പ്രധാനമായി ഉയർന്നു വരുന്ന വിമർശനം. നമ്മൾ ഇതിനെക്കുറിച്ചാണ് അടുത്ത് സംസാരിക്കുന്നത്. നിഷാദ്, ഈ പുതിയ മാർഗ്ഗനിർദ്ദേശത്തെ എങ്ങനെ കാണുന്നു? ഒന്നാമത്തെ കാര്യം, ഈ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ ഒരു 1-2 മാസത്തിനിടയ്ക്ക് നിരന്തരമായിട്ട് സർക്കാർ പൗരന്റെ സ്വകാര്യത മുഴുവൻ ചോർത്താനുള്ള പരിപാടികളുമായി രംഗത്ത് വരുന്ന കാണുകയാണ്. സഞ്ചാർ സാഥി കൊണ്ടുവന്നു, വലിയ വിമർശനം ഉണ്ടാവുന്നത് മാത്രമല്ല, അതിൻ്റെ പ്രാഥമികമായ യുക്തി പോലും ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടത്തിൽ സർക്കാർ ഇത് പിൻവലിക്കുന്നത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർണ്ണമായ ആ പ്രോജക്റ്റിൽ നിന്നും സർക്കാർ പിന്മാറിയിട്ടില്ല എന്നത് മനസ്സിലായതായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ്റുമായി മറ്റൊരു വിവരം പുറത്തു വന്നു. അതായത് എല്ലാ ഫോണുകളും ഇൻബിൽട്ടായിട്ട് അതിൻ്റെ ലൊക്കേഷൻ ഓണായിരിക്കണം എന്ന് പറഞ്ഞ് സർക്കാർ ഒരു നിർദ്ദേശം കൊടുത്തത്. എന്ന് വെച്ചാൽ ഇവിടെ ഓരോ ഫോണും എവിടെയാണ് എന്നറിയാൻ കഴിയുന്ന, സർക്കാരിന് വിവരങ്ങൾ അറിയാൻ കഴിയുന്ന തരത്തിലായിരിക്കണം ഫോൺ ഉണ്ടാക്കേണ്ടത് എന്ന് മാത്രമല്ല, സർക്കാർ നിർദ്ദേശിക്കുന്ന സംഗതികൾ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യാനോ കഴിയാത്ത വിധമായിരിക്കണം ഫോണിൽ ഉണ്ടാക്കേണ്ടതെന്ന് നിർദ്ദേശം കൊടുത്ത് വിവരം പുറത്തുനിന്നില്ല. അത് നമ്മളോട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സഞ്ചാർ സാധി വരുന്നു, ലൊക്കേഷൻ നിർബന്ധമാക്കുന്നു, ഇപ്പോൾ ഏറ്റവും അവസാനം സോഴ്സ് കോഡ് ചോദിക്കുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരിപാടി എന്താണെന്ന് മനസ്സിലായി. ഗവൺമെൻറ്റിന് ചോർത്തിയേ മതിയാവും തീരുമാനിച്ചിട്ടുണ്ട്. വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ സഞ്ചാർ സാധിയിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തെന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പരിപാടി, അതിൻ്റെ കോർ ഐഡിയയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറിയിട്ടില്ല. മുഴുവൻ ലോകത്ത് തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉപഭോക്തൃ പോപ്പുലേഷനാണ് നമ്മുടേത്. അവിടെ ഒരു ഭരണകൂടം ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാതെ പൗരൻ്റെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിക്കണം, പൗരൻ്റെ സ്വകാര്യത വലിയൊരു സംഗതിയാണ് എന്ന് വിചാരിക്കുന്ന സർക്കാരാണോ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ? 10,000 ആൾക്കാരുടെ ഫോണിലേക്ക് പെഗാസസ് ഉപയോഗിച്ചിട്ട് ആൾക്കാരെ മുഴുവൻ ചോർത്തിയെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പണിയെടുത്ത ഗവൺമെൻറ് എന്ന ആക്ഷേപം നിലനിർത്തുന്ന ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ് എവിടെയാണ് സ്വകാര്യതയോടുള്ള വലിയ തോതിലുള്ള പ്രതിപത്തി? ആധാർ എന്ന് പറഞ്ഞ ഏർപ്പാട്, ആധാറിലാണ് ഏറ്റവും കൂടുതൽ ഡേറ്റ ലീക്കാവുന്നത്. എവിടെ വേണമെങ്കിലും ചീപ്പായിട്ട് ആധാർ ഡേറ്റ കിട്ടാനുണ്ടെന്നതിൻ്റെ വിവരങ്ങൾ എവിടെയെല്ലാം പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നു. ഈ സർക്കാരിന് ഈ ആധാറിൻ്റെ ഏറ്റവും വലിയ പ്രയോക്താക്കളല്ലേ ഇവർ. അപ്പോൾ ഇവർക്കങ്ങനെ പൗരൻ്റെ സ്വകാര്യത ഒരു ഘട്ടത്തിലും ഒരു വിഷയമേ അല്ല. ഇവർ സ്വകാര്യതയെക്കുറിച്ച് എപ്പോഴൊക്കെ സംസാരിക്കുന്നുണ്ടോ അതിനെല്ലാം പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ഇവർ സ്വകാര്യത വലിയ പ്രശ്നമാണ്, ഡാറ്റ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് ടിക്ടോക്ക് നിരോധിച്ചത്. ടിക്ടോക്ക് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്തായിരുന്നു, സോഷ്യൽ മീഡിയ ആപ്പായിരുന്നു. അതവർ പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയ ആർക്കാ? അതിന് തൊട്ടു പിന്നെയാണ് ഇൻസ്റ്റ റീൽസ് വന്നത്. ഇൻസ്റ്റഗ്രാമാണ് നേട്ടം ഉണ്ടാക്കിയത്. ആരും ഇൻസ്റ്റഗ്രാം? മെറ്റയ്ക്കാണ് ഒരു നേട്ടം മുഴുവൻ ഉണ്ടായത്. മെറ്റയുടെ കാര്യം ആലോചിച്ച് നോക്കണം. മെറ്റ ഇന്ത്യയിലെ BJPയുടെ തെരഞ്ഞെടുപ്പിനും ഒപ്പം തന്നെ വെറുപ്പ് പ്രത്യയശാസ്ത്രത്തിനും ഒരു കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡും നോക്കാതെ അരു നിന്ന് കൊടുക്കുന്നു എന്ന ആക്ഷേപം നേരിടുന്ന, BJPക്ക് താല്പര്യമുള്ള ആളുകളെ മാത്രം ഇവിടുത്തെ ഓഫീസേഴ്സായി നിയമിക്കുന്ന ഒരു സംവിധാനമാണ് മെറ്റ എന്ന കാര്യം ഓർക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര സഹായ സമിതിയായിട്ട് അത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ടിക്ടോക്കിനെ നിരോധിച്ചപ്പോൾ കോടാനുകോടികളുടെ ലാഭം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയ കമ്പനിയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മെറ്റ. ഇൻസ്റ്റഗ്രാമാണ്. ഇൻസ്റ്റഗ്രാം റീൽ പിന്നെ പോപ്പുലറായി. അതുപോലുള്ള പ്ലാറ്റ്ഫോം പിന്നെ വേറെ അവൈലബിൾ അല്ല. അതിന് മുമ്പ് ടിക്ടോക്ക് ആയിരുന്നു. ടിക്ടോക്കിൽ എത്രയോ താരങ്ങളുണ്ടായിരുന്നു, നമുക്കറിയുന്നില്ല. എത്രയും ഏറ്റവും താഴെത്തട്ടുള്ള ആളുകൾ വരെയും ഒരു ആഘോഷിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അതിനെടുത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞത് സുരക്ഷാ പ്രശ്നം ഉണ്ടെന്നാണ്. അങ്ങനെ സുരക്ഷാ പ്രശ്നം നോക്കിയിട്ട് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചൈനയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദ്യം അവിടെ നിൽക്കുമ്പോഴാണ് ഈ ആപ്പുകൾ നിരോധിച്ച് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പൗരൻ്റെ ഏതെങ്കിലും നിലയ്ക്കുള്ള അന്തസ്സ് അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഫ്രോഡുകളെ പിടിക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേണാണ്. അതിനുവേണ്ടി ഈ ഗവൺമെൻറ് അശ്രാന്ത പരിശ്രമം നടത്തുകയാണ്, പ്രതിജ്ഞാബദ്ധമായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണെന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിചാരിക്കാനുള്ള നിർവാഹമില്ല. നമ്മളിതിനു മുമ്പുള്ള കണ്ടുള്ള എപ്പിസോഡുകളെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പരിപാടി ചോദിക്കണം? ഈ പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന് ഇപ്പോൾ എന്തുമാത്രം ആഴമുണ്ടെന്നൊരു ക്വസ്റ്റ്യൻ ലോകത്ത് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണെന്ന് പറയുമ്പോഴും
ജനാധിപത്യ ആശയങ്ങൾ എന്ന് പറയുന്ന സംഗതി, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്വതന്ത്ര സ്വഭാവം എന്ന് പറയുന്ന കാര്യം, ഇവയെല്ലാം ഇന്ത്യയിൽ ചവിട്ടി മതിക്കപ്പെടുകയാണ്. മാധ്യമ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഓരോ വർഷവും കുറഞ്ഞേ വന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ 180 രാജ്യങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പാരീസിൽ നിന്ന്. ഓരോ വർഷവും നമ്മൾ 10 കുറയാണ്. 160 കണ്ടായി ഇപ്പോൾ, ആകെ 180 രാജ്യങ്ങളേ ഉള്ളൂ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് ഓർക്കണം. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തോടല്ല സർക്കാരിൻ്റെ കൂറ്, മറിച്ച് ഇതിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതിൻ്റെ എല്ലാം മേലെ ഒരു സർവാധികാര ഭരണകൂടമായി നിൽക്കുക. ഇപ്പം നിങ്ങളിപ്പോൾ സോഴ്സ് കോഡ് ചോദിക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോൺ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് പറ്റും. നിങ്ങൾ ആരാണെന്നറിയാൻ സർക്കാരിന് പറ്റും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അറിയാൻ സർക്കാരിന് പറ്റും. നിങ്ങൾ നാളെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ സർക്കാരിന് പറ്റും. നമുക്ക് 3000 പേരുടെ ഫോണിലേക്ക് എന്താണ് ഈ പെഗാസസ് ഉപയോഗിച്ചത്. അതിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളുടെ പേര് പറയുന്നു, ജേർണലിസ്റ്റ് അടക്കമുള്ള ആൾക്കാരുടെ പേരുകളുണ്ടായിരുന്നു. ഈ ജേർണലിസ്റ്റുകളുടെയൊക്കെയും ഫോണുകളിലേക്ക് പെഗാസസ് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്താണ്? അതിൽ നിന്ന് ഗവൺമെൻറ് എന്തെല്ലാം ഡേറ്റ എടുത്തു? അതിനുശേഷം ഈ ആളുകളൊക്കെ ആരായിരുന്നു? അവരെയൊക്കെ സർക്കാർ എന്ത് ചെയ്തു? എത്രയോ പേരെ സർക്കാരിന് അനുകൂലമാക്കി മാറ്റി കാണും. എത്രയോ പേരെ സർക്കാർ മ്യൂട്ട് ചെയ്ത് കാണും. സർക്കാരിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ ആസൂത്രണം ചെയ്യപ്പെടുന്ന എവിടെയാണ്? ആരാണ് ഇതിൻ്റെ ആസൂത്രകർ? ഗവൺമെൻറ് നേരത്തെ അറിയാൻ പറ്റും. അത്തരം ആളുകളെ സർക്കാരിന് മ്യൂട്ട് ചെയ്യുകയോ പിടിച്ച് ജയിലിലിടുകയോ എന്തും ചെയ്യാൻ കഴിയും. ലോകത്ത് പല രാഷ്ട്രങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ലോകത്ത് മുന്നനുഭവങ്ങളില്ലാത്ത ആവശ്യമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഞങ്ങളോട് ചോദിക്കുന്നത്. ആപ്പിളും ഷവോമിയും ഒക്കെ പറയുമ്പോഴും ചൈന സമാനമായ സ്വഭാവമുള്ള ഒരു രാജ്യമാണ്. ചൈനയിൽ കർശനമായ നിയന്ത്രണമുണ്ട്. ഉത്തര കൊറിയ അതുപോലെ സമാനമായ സ്വഭാവമുള്ള രാജ്യമാണ്. പക്ഷേ ചൈനയെ നോക്കൂ, ചൈന ഒരു ജനാധിപത്യ രൂപിയായ രാജ്യമല്ല. നമ്മളങ്ങനല്ല, വ്യത്യാസമുണ്ട്. ചൈനയിൽ എന്ന് പറഞ്ഞാൽ ചൈനയുടെ സർക്കാരിൻ്റെ കൺട്രോളില്ലാതെ ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെൻറ് എന്തൊക്കെയാണോ ആവശ്യപ്പെടുന്ന കൺട്രോൾ അവർക്ക് കിട്ടിയിരിക്കണം. കാരണം അതിനകത്തേക്കുള്ള അതിൻ്റെ അത്രയും അടച്ച വാതിലുകൾക്കകത്താണ് ചൈന, അത്രയും സർവൈലൻസിലാണ്, അത്രയും സ്പൈ നെറ്റ്വർക്കിനകത്താണ് ആ രാജ്യം ജീവിക്കുന്നത് ആഭ്യന്തരമായി തന്നെ. അതുപോലെ ആക്കാൻ ശ്രമിക്കാൻ അവിടെ പോയി ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പറ്റില്ല. സർക്കാരിനെ വിമർശിച്ചാൽ നിങ്ങളെ പിറ്റേ ദിവസം ചിലപ്പോൾ പരസ്യമായിട്ടല്ല എക്സിക്യൂട്ട് ചെയ്യുകയോ ജയിലിലാവുകയോ നിങ്ങൾ ഒരു കാലത്തും പുറത്തു വരാൻ പറ്റാതെ വരും. അങ്ങനെ ഭരണകൂടത്തെ വിമർശിക്കുകയും ഭരണകൂടത്തിനെതിരായിട്ട് സമരങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഭരണകൂടത്തിനോട് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ ഒക്കെ പിടിക്കാൻ പറ്റും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങൾ ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളാണ്, അതൊക്കെ സർക്കാരിന് മനസ്സിലാക്കാം. നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വരേണ്ട മെസ്സേജുകൾ എന്താണ്, നിങ്ങൾക്ക് കിട്ടേണ്ട സത്യം എന്താണ്, അസത്യം എന്താണ്, നിങ്ങളെങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കേണ്ടത്, നിങ്ങളെങ്ങനെ റീറൂട്ട് ചെയ്യേണ്ടത്, എല്ലാം ഗവൺമെൻറ് തീരുമാനിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പുകൾ റിഗ് ചെയ്യപ്പെടുന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും പ്രതിപക്ഷം തന്നെ ആധികാരികമായി ആ കൺസേൺ ഉന്നയിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ ഇതുപോലെ ഡാറ്റ എടുത്തുകൊണ്ട് ഈ മൊത്ത സംവിധാനങ്ങളെ റിഗ് ചെയ്യുക എന്ന് പറയുന്ന പരിപാടിക്ക് ഇത് ഉപകാരപ്പെടും. അത് സർക്കാരിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. സർക്കാർ ഡാറ്റ എടുക്കാൻ ശ്രമിക്കുകയാണ്. എടുത്തിട്ട് നമ്മളെ എന്ത് ചെയ്യണം, എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് ഗവൺമെൻറ് അറിയാം. ഇപ്പം നിങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിവരം ഗവൺമെൻറ് കിട്ടി, നിങ്ങൾ സർക്കാരിനെതിരെയുള്ള പൊസിഷൻ്റെ ആളാണ്, നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യം എടുത്താൽ നിങ്ങളെ ഇമോഷണലി ഡാമേജ് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങളെ മ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? നിങ്ങളെ സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോൾ നമ്മളിപ്പം കിഴക്കൻ ജർമ്മനിലെ സ്റ്റാസി പോലീസുകാർ പറഞ്ഞ പോലെ എന്തായിരുന്നു പരിപാടി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മനുഷ്യരെ, അവർക്ക് പല പ്രോജക്റ്റുകളുണ്ട്. ഇമോഷണലി നിങ്ങളെ തകർക്കാൻ കഴിയും. നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ എടുക്കും. സർക്കാർ ചെയ്യോ? സർക്കാരിന് എന്തും ചെയ്യാം. നിങ്ങൾക്ക് സർക്കാരിനെ കുറിച്ചും സർക്കാരിൻ്റെ IB എന്നൊക്കെ പറഞ്ഞ സംവിധാനത്തെക്കുറിച്ചും അറിയാത്തതുകൊണ്ടാണ്. രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെ ചരിത്രം ഇന്ത്യയിലെ രാഷ്ട്രങ്ങളുടെ ഈ സ്റ്റാസി പോലീസിൻ്റെ കഥ എടുക്കണം. സ്റ്റാസി പോലീസ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ ജർമ്മനിലെ ഒരു രഹസ്യ പോലീസായിരുന്നു. അവരുടെ പണി ഒരാളെ തകർക്കണമെങ്കിൽ പൂർണ്ണമായ അയാളെ ജയിലിടുക മാത്രമല്ല, ദിവ്യയെ ഒഴിവാക്കണം. അല്ലെ ദിവ്യ ഒരു ബുദ്ധിമുട്ടാണ്. ദിവ്യ വളരെ ആക്റ്റീവായി ജേർണലിസം ചെയ്ത് സർക്കാരിനെ ബുദ്ധിമുട്ടാക്കുന്നു. സർക്കാർ ആ പോലീസ് ചെയ്യുന്ന പണി നിങ്ങളുടെ കുടുംബ ബന്ധം തകർക്കുക ഒരു പരിപാടിയാണ്. നിങ്ങളെ ഇമോഷണലി അങ്ങോട്ട് തകർത്തരിപ്പണമാക്കും. നിങ്ങൾക്ക് വേറെ ഒന്നിലും എൻഗേജ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ എടുത്ത് പുറത്തിട്ട് നിങ്ങളെ ഇല്ലായ്മ ചെയ്ത് കളയും. അതടക്കമുള്ള പണികൾ നിങ്ങളുടെ ഡേറ്റ വെച്ച് നിങ്ങൾ ഒരു കാലത്തും പുറത്തു പോകരുതെന്നും രണ്ടാമതൊരാളുമായി ഷെയർ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ഡേറ്റ അത് ഒരു കാലത്തും കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് പോലും നമ്മുടെ പേഴ്സണലായ കാര്യങ്ങളിൽ നമുക്ക് ഒരു അതിഗൗരവതരമായ എന്തെങ്കിലും സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലും അതിൽ പോലും എക്സെപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേറെ ആരോട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതെല്ലാം ഗവൺമെൻറ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യത്തോട് ഭയങ്കര പ്രതിബദ്ധതയുള്ള സർക്കാരോ, നാടങ്ങനെ മൊത്തം എല്ലാവരുടെയും അവകാശം, എല്ലാവരുടെയും സംരക്ഷണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ സഞ്ചാർ സാധി എടുത്ത് നോക്കിയാൽ സഞ്ചാർ സാധി ഭൂലോക തട്ടിപ്പായിട്ടുള്ള ഒരു ആപ്പാണ്. സഞ്ചാർ സാധി ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ കാണാതെ പോയാൽ നിങ്ങളുടെ അതുവഴി നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ആ പടക്കമാണ് കാണാതെ പോവുക. ആ ചോദ്യത്തിന് പോലും സർക്കാരിന് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ ക്വസ്റ്റ്യൻസ് IT എക്സ്പേർട്സ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. അതിനൊന്നും ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആപ്പ് ഞങ്ങൾ തൽക്കാലം പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചോർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം സഞ്ചാർ സാധ്യതയുണ്ട്, നമ്മുടെ പെഗാസസ് ഉണ്ട്, ലൊക്കേഷൻ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതമുള്ള ഒന്നാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് വഴി നമ്മളെ പിടിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മൾ വേറൊരു ചൈനയോ ഉത്തര കൊറിയയോ ഒക്കെ ആയി പോകാനുള്ള സാധ്യതയെക്കുറിച്ച് ഭയപ്പെടണം ഈ ഡെവലപ്മെൻറ്റ്സ് കാണുമ്പോഴാണ് ഞാൻ പറയാം. യെസ്, അപ്പോൾ ദൗസ് നമ്മളൊക്കെ ഫോണിൽ വല്ല ചാര സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ അത്ഭുതപ്പെടാനില്ല അല്ലേ? പലതരത്തിൽ പല രീതിയിൽ വിവരങ്ങൾ ചോർത്താനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്.
അല്ല, അത് നമ്മൾ ഈ വിഷയം മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്നു. ഈ സഞ്ചാർ സാഥി കൊണ്ടുവരാൻ തീരുമാനിച്ച സമയത്ത്. അപ്പോൾ സഞ്ചാർ സാഥിയിൽ നിന്ന് സർക്കാരിന് പിന്മാറേണ്ടി വന്നു. അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. സർക്കാരിന് പിന്മാറേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും നിലക്കൊരു പബ്ലിക് പ്രൊട്ടസ്റ്റോ റാലിയോ ഒന്നും വരുന്നതിന് മുമ്പ് വേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ സർക്കാരിന് ഇത് നടക്കില്ല എന്ന് തോന്നിയിട്ട് പിന്മാറേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മുടെ ജനാധിപത്യം അവിടെ നിൽക്കുന്നുണ്ട്, സജീവമായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ പല ഘടകങ്ങളും ഇപ്പോൾ ടെക് കമ്പനികൾ തന്നെ, ടെലിഫോൺ സ്മാർട്ട് ഫോൺ മാനുഫാക്ചേഴ്സ് തന്നെ അതിൽ ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പത്രസമ്മേളനങ്ങളിൽ കൂടെയാണെങ്കിലും ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വിമർശനം വരുന്നു. ടെക്കീസ് ആയിട്ടുള്ള നിഷാദ് പറഞ്ഞ പോലെ അവർ ഒരുപാട് ചോദ്യങ്ങൾ, പല സ്വഭാവത്തിലുള്ള ചോദ്യങ്ങൾ, ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി വരെ വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് മുന്നോട്ട് വെക്കുന്നു. സർക്കാരിന് ഒന്നിനും മറുപടി പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു. ഒരു നമ്മൾ സാറിനല്ലോ ഒരടി പിന്നോട്ട് രണ്ടടി മുന്നോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇതിൽ നടക്കുന്നത്. സർക്കാർ പല സമയങ്ങളിൽ ഇതിൽ ചില ശ്രമങ്ങൾ നടത്തി നോക്കും. ഈ പറഞ്ഞമാതിരി കംപ്ലീറ്റ് സർവിലൻസിന് കീഴിൽ ഈ ജനതയെ മൊത്തം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അതിൽ ചെറിയ ഒരു നീക്കം നടത്തും. അവരൊന്ന് ടെസ്റ്റിംഗ് ദ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. വലിയ പ്രശ്നമാണെങ്കിൽ ബേക്കോട്ടടിക്കും. പിന്നെയും പുതിയൊരു പരിപാടി ആയിട്ട് വരും. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ റോയിട്ടേഴ്സ്. നേരത്തെ ഈ റോയിട്ടേഴ്സ് തന്നെയാണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഈ സോഴ്സ് കോഡുകൾ ഷെയർ ചെയ്യണം എന്ന് പറയുന്ന സംഗതി. മാത്രമല്ല ഈ ആപ്പുകൾ, നമ്മുടെ ഫോണിലുള്ള ആപ്പുകൾ അത് ഈവൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പോലും അത് നാഷണൽ സെൻറ്റർ ഫോർ കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റി അറിയിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഓരോ ചെറിയ ഇലാനക്കങ്ങളും, നമ്മുടെ സ്മാർട്ട് ഫോണിൽ സംഭവിക്കുന്ന ഓരോ ചെറിയ ഇലാനക്കങ്ങളും, അതിൽ പുതിയ ആപ്പുകൾ വരുന്നതാകട്ടെ, ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതാകട്ടെ, ഇതെല്ലാം ഒരു ടെസ്റ്റിങ്ങിന്, ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ ടെസ്റ്റിങ്ങിന് വിധേയമാകുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിനോട് സഹകരിക്കാനാവില്ല എന്നല്ല, അത് ഇംപ്രാക്ടിക്കലാണ് എന്ന അറിയിപ്പാണ് ഈ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ MAIT എന്ന് എന്താണ് അവരുടെ പേര്, അവർ സർക്കാരിന് നൽകിയതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എഗൈൻ അത് എത്രത്തോളം പ്രായോഗികമായിട്ട് നടക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം, ഇത്തരം നീക്കങ്ങളോട് വളരെ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രതിഷേധം ടെക് കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതിന് കാരണം ലോകത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്, സ്മാർട്ട് ഫോണുകളുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണത്. ഈ മാർക്കറ്റ് നഷ്ടപ്പെടുക എന്നുള്ള പറയുന്നത് സർക്കാരുമായിട്ട് എല്ലാ സന്ദർഭങ്ങളിലും വളരെ ഡയറക്റ്റ് കോൺഫ്രണ്ടേഷനിൽ പോയിട്ട് പിടിച്ചു നിൽക്കാനൊന്നും ഇത്തരം കമ്പനികൾക്ക് പറ്റില്ല. പല സർക്കാരിൻ്റെ നീക്കങ്ങളെ അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. ഇതിൽ ഈ ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് നാഷണൽ സെൻറ്റർ ഫോർ കമ്മ്യൂണിക്കേഷൻ സെക്യൂരിറ്റിയുടെ അറിവോട് കൂടിയായിരിക്കണം എന്നതുപോലെയുള്ള സംഗതികൾ. അത് ഇപ്പം നിഷാദ് പറഞ്ഞ ചൈനയിൽ പോലും ഇല്ലാത്ത തരം കടുത്ത വ്യവസ്ഥകളാണെന്നാണ് അതേക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ സർക്കാർ ഇതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇത് എത്രത്തോളം പ്രായോഗികമെന്ന് നമുക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു, ഈ നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ മോഡേൺ ടൈംസ് സിനിമയിലുള്ളതുപോലെ, മോഡേൺ ടൈംസ് 1937 സിനിമയാണ്. ഇദ്ദേഹം ഒന്ന് ഈ അസംബ്ലി ലൈനിൽ ഫാക്ടറിയിലെ പണിയിൽ നിന്ന് മടുത്തിട്ട് ബോറടി മാറ്റാൻ വേണ്ടിയാണ് വാഷ്റൂമിലേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് സിഗരറ്റ് കത്തിക്കുമ്പോഴാണ് ചുമരിലെ സ്ക്രീനിൽ സ്റ്റോപ്പ് ഗോ ആൻഡ് വാക്ക് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഷൗട്ട് ചെയ്യുന്നത്. 37 അങ്ങനെ ഒരു കാലം ഈ മനുഷ്യൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ മൊത്തം നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ഒരു ഫാക്ടറിയാക്കി മാറ്റണമെന്ന് വിചാരിക്കുകയാണ്. അതിന് മുന്നനുഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ സ്റ്റാസിയെക്കുറിച്ച് പറഞ്ഞു, അതും ഏകൻ ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊക്കെ പോയാൽ രസകരമായുള്ള മുന്നനുഭവങ്ങളുണ്ട്. എല്ലാ ഏകാധിപത്യ ഭരണകൂടങ്ങളും അത്തരം ശ്രമങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഞാൻ കാണുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് എന്ത് കിട്ടാനാണ് ഇതിൽ കൂടെ? ഒരു സർക്കാരിനെ സംബന്ധിച്ച്, ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൗണ്ടൻസ് ഓഫ് ഡാറ്റ, അതാണല്ലോ അവർ ശേഖരിച്ച് വെക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും ഓരോ ചലനത്തെയും ശേഖരിച്ച് വെക്കുക. ഇത്രയും വലിയ മൗണ്ടൻസ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്, ഹിമാലയാസ് ഓഫ് ഡാറ്റ എന്ന് പറയേണ്ടി വരും. അത് ശേഖരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്? ഇനി അത് പ്രോസസ്സ് ചെയ്യാൻ നിങ്ങൾ എത്ര ആളുകളാണ് എംപ്ലോയ് ചെയ്യാൻ പോകുന്നത്? ഇത്ര ആളുകൾ എംപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അതിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് ആ ഡാറ്റയെ അത് പ്രോസസ്സ് ചെയ്ത ഡാറ്റയെ കൊണ്ടുവരിക? ഇത് വെറുതെ വിചാരിക്കുകയാണ്. മുഴുവൻ മനുഷ്യരെയും ആ ചാപ്ലിൻ്റെ സിനിമയിലെ ഫാക്ടറി മുതലാളിയെ നിരീക്ഷിക്കുന്നത് പോലെ ഭരണകൂടത്തിന്, അല്ലെങ്കിൽ ഭരണകൂടം ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഏജൻസിക്ക് നിരീക്ഷിക്കാൻ കഴിയും. എന്നിട്ട് അവരുടെ ചലനങ്ങളെ പിന്തുടരാൻ പറ്റും. എന്നിട്ട് കുഴപ്പങ്ങളില്ലാതിരിക്കാൻ, എല്ലാം ഭദ്രമാക്കാൻ സാധിക്കുമെന്ന് ചുമ്മാ വിചാരിക്കുകയാണ്. അത് സാധ്യമല്ല. മുഴുവൻ മനുഷ്യരുടെയും സർവ്വചലനങ്ങളെയും നിരീക്ഷിച്ച് അതിൽ ചെക്കിടേണ്ടടുത്ത് ചെക്കിടുക, അവരെ തടയേണ്ടടുത്ത് തടയുക എന്ന് പറയുന്നത് സാധ്യമല്ല.
ഭരണകൂടം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഭരണകൂടത്തുള്ള ലോയൽറ്റി എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് സർവിലൻസിലൂടെയല്ല. ഭരണകൂടത്തോടുള്ള അതേത് ഭരണകൂടമാണെങ്കിലും അതിനോടുള്ള സ്നേഹത്താലും അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റാലും അത് ജനങ്ങളിൽ ഉണ്ടാക്കുക. അതൊരു സെൽഫ് ഡ്രിവണായിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ആ നിലക്ക് ദേശീയ ബോധം, ദേശീയ ഐക്യം, ഭരണകൂടത്തോടും സർക്കാരിനുമുള്ള ലോയൽറ്റി, സ്നേഹം, ഐക്യദാർഢ്യം എന്നൊക്കെ പറയുന്നത് ഒരു കേന്ദ്രീകൃതമായ ഒരു ഡാറ്റ സെർവറിൽ നിന്നുകൊണ്ട് തീരുമാനിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഭരണകൂട നയങ്ങളാൽ സ്വാഭാവികം ഉണ്ടായി വരേണ്ടതാണ്. ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള സോളിഡാരിറ്റി ഭരണകൂടവും പൗരന്മാരും തമ്മിലുള്ള ആ ഒരു ചേർച്ചയാണ് എല്ലാ സമൂഹങ്ങളെയും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഭരണകൂടം സ്വന്തം ജനങ്ങളെ ഇങ്ങനെ ഭയക്കുന്നത്? ദുരിതത്തിൽ ഭയമാണല്ലോ. ഈ നാട്ടിലെ മനുഷ്യർ അവർ ഫോണിൽ ഏതൊക്കെ ഉടായ്പ ആപ്പുകൾ കയറ്റി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമോ എന്ന ഭയം സർക്കാരിന് ഉണ്ടാകുന്നു. ആ ഭയത്തെ ആ ഒരു അപകടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി സർവരുടെയും മൊബൈൽ ഫോൺ നമുക്കെല്ലാം അതിൽ നടക്കുന്നതെല്ലാം പിടിച്ചെടുക്കാം എന്ന് വിചാരിക്കുന്നു. എന്തൊരു വങ്കത്തരാണത്! അതിനുവേണ്ടി എത്രയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്? അതിന് സ്പെൻഡ് ചെയ്യുന്ന കാര്യം കുറേ നല്ല കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യും. ജനങ്ങൾ സ്നേഹിക്കും, ഭരണകൂടത്തെ സ്നേഹിക്കും. ഇങ്ങനെ ഏത് ഭരണകൂടത്തിനാണെങ്കിലും നിലനിൽക്കാൻ പറ്റും. അല്ലാതെ ജനങ്ങളെ മുഴുവൻ സർവൈലൻസിൽ നിർത്തിയിട്ട് ഒരു അച്ചടക്കമുള്ള സമൂഹം ഉണ്ടാക്കാമെന്നുള്ളത് വിചാരിക്കുന്നത് വെറുതെയാണ്. പിന്നെ ഇതിന് സർക്കാർ പറയുന്ന വേറൊരു ന്യായമുണ്ട്. ഈ സൈബർ ക്രൈംസ് അത് വളരെയധികം കൂടുന്നു. അത് ശരിയാണ്. സൈബർ ക്രൈംസ് കൂടുന്നതിന് മനുഷ്യരെ മുഴുവൻ സർവ്വ മൊബൈൽ ഫോണുകളും സർവൈലൻസ് കൊണ്ടുപോകുന്നതുകൊണ്ട് കാര്യമില്ല. ഈ സൈബർ ക്രൈംസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? സാമ്പത്തിക തട്ടിപ്പാണ്. ഈ സാമ്പത്തിക തട്ടിപ്പിന് വിധേയമാകുന്ന നോക്കൂ, വലിയ ടെക്കീസ് ആയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ അടുത്തൊരു വാർത്ത നമ്മൾ കണ്ടില്ലേ, സൈബർ സെക്യൂരിറ്റി ഏതൊരു ബാങ്കിലെ IT സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ ഇതിൽപ്പെട്ടു. എന്നാലോ അയാളുടെ പണി തന്നെ എന്താണ്? ഈ ഇത്തരം ഫയർവാൾസുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അയാളെ പിടിച്ചു, ഈ പറഞ്ഞ ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമാക്കി. ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട കോൾ ഒരിക്കലും എനിക്ക് വന്നതാണ്. ഈ മുംബൈയിൽ നിന്ന് പിന്നെ ട്രായുടെ ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞിട്ട്. അത് നല്ല രസമാണത്. ട്രായുടെ ഉദ്യോഗസ്ഥനാവാൻ ഒരാൾ വിളിക്കുന്നു, വളരെ കോടിയലായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾക്കെതിരെ ഒരു ട്രായുടെ ആൾക്കാരെ എന്തിനാ നമ്മൾ വിളിക്കേണ്ട ആവശ്യം? അത് സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. വളരെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ്. അയാൾ ആദ്യം എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ പ്രിഫർ ചെയ്യുന്നത്? ഞാൻ ഐ പ്രിഫർ ഇംഗ്ലീഷ്. ഫോൺ പിന്നെ സംസാരം മറ്റൊരാളാവുന്നു. വളരെ നല്ല ഇംഗ്ലീഷ്, വളരെ കോഡിയലായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ പേരിലൊരു നമ്പറുണ്ട്. പിന്നെ ഞാൻ നമ്പറോ, ഞാൻ ഈ നമ്പറേ ഉപയോഗിക്കുന്നുള്ളൂ. അല്ല, വേറെ നമ്പറുണ്ട്. പിന്നെ കുർളയിൽ ഇന്ന അഡ്രസ്സിലാണത് രജിസ്റ്റർ ചെയ്ത്. ഞാൻ ഐ ഹാവ് നെവർ ബീൻ ഇൻ കുർളയിൽ എനിക്കൊരു അഡ്രസ്സ് ഉണ്ടാവണമെങ്കിൽ കുർളയിലെ താങ്കളുടെ ഈ അഡ്രസ്സിലാണെന്നുള്ളതാണ്. ഞാൻ കുർളയിൽ അഡ്രസ്സ് ഐ ഹാവ് നെവർ ബീൻ ഇൻ കുർള. അപ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെ ഇതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഈ സാധനം ഇതിൻ്റെ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാട്ട് വി കോൾ ഇറ്റ് CP, ചൈൽഡ് പൊർണോഗ്രഫി. അപ്പോൾ ചൈൽഡ് പൊർണോഗ്രഫിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിങ്ങളുടെ ആ നമ്പറിൽ നിന്ന് ഇതായിട്ടുണ്ട്. So we have an FIR has been registered in Kurla police station. FIR നമ്പറൊക്കെ പറഞ്ഞു. So don't worry, I will give you the way out എന്ന് പറഞ്ഞിട്ട് just take a pen and paper, ഞങ്ങൾക്ക് വഴി പറഞ്ഞു തരാമെന്ന് പറയുന്നു. I took a pen and paper and see he was direct me what I should do. എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്യുന്നു. അങ്ങനെ പോയി then the call, I mean it goes to another person, that's a higher officer in TRAI. അപ്പം അതിങ്ങനെ അപ്പോൾ ആ സമയത്ത് സംതിങ് ഫിഷി ഐ ഫെൽറ്റ്. എന്തോ ഒരു സംഗതി അയാൾ പറഞ്ഞു. അത് എന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു ട്രാൻസാക്ഷൻ്റെ കാര്യമാണ് അയാൾ പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത് മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ ദാറ്റ് ഐ വിൽ ഹാവ് ടു ചെക്ക് വിത്ത് മൈ കൗൺസിൽ എന്ന് പറഞ്ഞു. കൗൺസിൽ? അപ്പോൾ അയാളുടെ ടോണൊക്കെ മാറി. അയാളുടെ വിനയവും ഒക്കെ പോയി. കൗൺസിൽ ഫോർ വാട്ട് പർപ്പസ് എന്നൊക്കെ ചോദിച്ചു വിടാൻ തുടങ്ങി. ടപ്പ് ഫോൺ കട്ടായി. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ആലോചിച്ചു. എൻ്റെ പ്രശ്നമല്ല, ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് ആ മനുഷ്യനോട് സംസാരിച്ചിരിക്കുകയും പേന എടുക്കുകയും പേപ്പർ എടുക്കുകയൊക്കെ ചെയ്തത്? ഓൺലി ബിക്കോസ് ദാറ്റ് മാൻ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ആസ് എ ട്രായ് ഒഫീഷ്യൽ. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഒരു ഏജൻസിയുടെ ഒഫീഷ്യൽ എന്നുള്ള ആൾക്കാണ് അയാൾ വിളിക്കുന്നത്. അപ്പോൾ ട്രായുടെ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ് വിളിച്ച് ആളുകളെ പറ്റിക്കുകയാണ്. ഇത് ജനങ്ങളെ ഇതിനാരാ ഉത്തരവാദി? ട്രായ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് ഏജൻസിയല്ലേ. അതിൻ്റെ ഉദ്യോഗസ്ഥനെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ED എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ പല ആളുകളും പല സ്വഭാവത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ സൈബർ ക്രൈം തടയലാണ് സർക്കാർ ലക്ഷ്യം. സൈബർ ക്രൈം ഈ പറയുന്ന ജനങ്ങളെ
ജനങ്ങളുടെ മേൽ ചാരപ്പണിയെടുത്തോട് തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉള്ള റെഗുലേഷൻസ് തന്നെ കൃത്യമായും ശാസ്ത്രീയമായും നടപ്പിലാക്കാനും അതിന് ആ മേഖലയിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും സർക്കാർ സന്നദ്ധമായാൽ. നോക്കൂ, ഇത്രയും ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ എന്തോരം കോടികൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും സർക്കാർ. അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു വിഹിതം സൈബർ സെക്യൂരിറ്റി ശക്തിപ്പെടുത്താനും ഈ നിലയിലുള്ള ഡാറ്റ തെഫ്റ്റ്, അതേമാതിരി സൈബർ ക്രൈംസ് അതിനെ തടയാനും സർക്കാർ ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും IT മേഖലയിൽ ലോകത്തെ ഏറ്റവും ഇൻ്റലിജൻറ്റ് മൈൻഡ്സ് ഉള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ലോകത്തെ ഏറ്റവും എന്താ പറയുക, കിടിലൻ ബുദ്ധിജീവികൾ IT മേഖലയിൽ അതുള്ള ഒരു രാജ്യമാണ്. അത്രയും ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. ആ രാജ്യത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ അതിനുള്ള സംവിധാനം സർക്കാർ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഈ സർവിലൻസിന് ഡാറ്റ സെക്യൂരിറ്റിയും ഈ പറയുന്ന ഡാറ്റ തെഫ്റ്റും ഓൺലൈൻ സൈബർ ക്രൈംസും തടയാനുള്ളത് അത് വെറും മുടന്ത ന്യായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്തൊരു കാര്യം കൊണ്ട് കേട്ടോ, ഈ ഡേറ്റ എടുക്കുന്നതിന് ഒരു കാര്യം സർക്കാരിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുണ്ടാവും, രണ്ട് വൻകിട കോർപ്പറേറ്റുകൾക്ക് ഡേറ്റ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിപണിയെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റും. നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരുപാട് ബിസിനസ് സുഹൃത്തുക്കളുള്ളതായി നമുക്കറിയാം. ഈ സർക്കാർ വന്നതിന് ശേഷം എന്തുമാത്രമാണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള സഹായം, ഹിതമായതും അഹിതമായതും നമുക്കറിയാം. അപ്പോൾ ഈ ഡേറ്റ എടുക്കുന്നത് മൊത്തം നാട് നന്നാക്കാൻ വേണ്ടി മാത്രമായിരിക്കില്ല എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. യെസ്, അതാണ്. അപ്പോൾ സൈബർ സുരക്ഷയുടെ പേരിലാണ് ഇതുപോലെയുള്ള നീക്കങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അത് ഒരു വശത്ത് സുരക്ഷ ഒരുക്കുമ്പോൾ മറുവശത്ത് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്നത് ഉറപ്പാണ്.